My Life as a Refugee by US. US fled his country when he was young in 2000 January. His parents were killed by the rebel soldiers. His father's tribe is Mushi. Because of his father's tribe, his situation was dangerous. Gangs goes to his house to terrorize, rape and kill. ജനുവരി 2000 അവൻ അവൻ്റെ കൺട്രിയിൽ നിന്ന് ഫ്ലഡ് ചെയ്യാണ്. അവൻ്റെ പാരൻസിനെ റെബൽ സോൾജിയേഴ്സ് കൊന്നിട്ടുണ്ട്. പിന്നെ അവൻ്റെ അച്ഛൻ്റെ ട്രൈബ് എന്ന് പറയുന്നത് മുഷിയാണ്. അപ്പോൾ അച്ഛൻ ഒരു താഴ്ന്ന ജാതി ആയതുകൊണ്ട് ഇവരുടെ ലൈഫ് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഒരുപാട് ഗ്യാങ്സൊക്കെ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ടെററൈസ് ചെയ്യും, റേപ്പ് ചെയ്യും, അതുപോലെ കൊല്ലുകയൊക്കെ ചെയ്യും. One evening, his sisters and sister-in-law were raped and killed by the rebels. Then they set fire to his house with the bodies still inside. ഒരു ദിവസം വൈകുന്നേരം യുഎസും അവൻ്റെ സിസ്റ്റർ-ഇൻ-ലോയും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് കുറേ റിബൽസ് വന്നിട്ട് ഇവൻ്റെ സിസ്റ്റേഴ്സിനെയും സിസ്റ്റർ-ഇൻ-ലോയെയും റേപ്പ് ചെയ്യും, കൊല്ലുകയും ചെയ്തിട്ട് അവരുടെ ബോഡി ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇവരുടെ വീട് കത്തിക്കുകയാണ്. Rebels search for him. A parish priest hid him in a parish house, and rebels and soldiers arrested priest for refusing to allow the parish house to be searched for him. പിന്നെ ഒരു പാരിഷ് പ്രീസ്റ്റ് അവനെ പാരിഷ് ഹൗസിൽ ഹൈഡ് ചെയ്യാണ്. അപ്പോൾ ഈ റിബൽസും സോൾജിയേഴ്സും ഈ പ്രീസ്റ്റിനെ അറസ്റ്റ് ചെയ്യും. ദെൻ ഹി എസ്കേപ്ഡ് ദെയർ വിത്ത് ദ നൺസ് കോസ്റ്റ്യൂം. അവിടുന്ന് യുഎസ് ഒരു നണ്ണിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് രക്ഷപ്പെടുകയാണ്. Then he and his grandfather traveled to the neighboring place. Many of their people were killed because of ethnic and tribal hatred from those days. അപ്പോൾ അവൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടെ അവിടെ നിന്ന് നെയ്ബറിങ് പ്ലേസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ ഈ ട്രൈബിലുള്ള കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്, അതായത് കൊന്നിട്ടുണ്ട് സോൾജിയേഴ്സ്. Soldiers again attacked his house and they killed his grandfather. From that day he was in great fear because they were looking for him. He could not even attend grandfather's burial ceremony because he was in danger. On that day he started running without know where he heading to. On the way he crossing several dead bodies of people. പിന്നെ ഈ സോൾജിയേഴ്സ് ഇവരുടെ വീട്ടിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ അവരുടെ ഗ്രാൻഡ് ഫാദറിനെ അവർ കൊല്ലും. അപ്പോൾ ആ ദിവസം മുതൽ ഇവന് പേടി വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവനെ നോക്കിയിട്ടാണ് സോൾജേഴ്സ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഈ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ചടങ്ങിന് പോലും ഇവൻ വന്ന് ചെന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ ഡേഞ്ചറിലാണെന്ന് അവന് മനസ്സിലായി. ആ ദിവസം അവൻ ഓടാൻ തുടങ്ങുകയാണ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ അവനറിയില്ല. അവൻ ഓടുകയാണ്. അപ്പോൾ ഈ ഓടുന്ന വഴിയിൽ ഇവൻ ഒരുപാട് മരിച്ച ബോഡികളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. After a couple of months of walking and hunger, he was carried like good for sale in a truck, which was carrying goods from Kenya to Bukavu. UNHCR took him to Kokuma refugee camp, where he lived for 10 years under a shelter of plastic sheeting. അപ്പോൾ ഇവൻ ഓടുന്ന സമയത്ത് സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അപ്പം ഈ UNHCR എന്ന് പറയുന്ന ഏജൻസി ഇവനെ കുക്കുമ റെഫ്യൂജി ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അവിടെ 10 വർഷം അവൻ നിൽക്കുകയാണ്. പ്ലാസ്റ്റിക് ഷീറ്റിംഗ് ആണ് അവിടെ. അവൻ 10 വർഷം നിൽക്കും. He think that he is safe because he is under UNHCR. But then life became more dangerous again. He was a victim of robbery. The armed people cruelly hurted him. അപ്പോൾ അവൻ വിചാരിച്ചു അവനവിടെ സേഫായിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ UNHCRൻ്റെ കീഴിലാണ് നിൽക്കുന്നത്, അപ്പോൾ സേഫായിരിക്കും വിചാരിക്കും. പക്ഷേ അപ്പോൾ ഇവൻ്റെ ലൈഫ് കൂടുതൽ ഡേഞ്ചറസ് ആവുകയാണ്. ഈ റോബറി കള്ളന്മാർ വന്നിട്ട് ഇവനെ ചൂഷണം ചെയ്യുകയാണ്. Refugees are attacked every night in their shelters by robbers wearing uniforms. These people were living without hope of life because they know that they can't go back to home. ഈ എല്ലാ രാത്രിയിലും ഈ റെഫ്യൂജീസിനെയൊക്കെ ഈ റോബേഴ്സ് അറ്റാക്ക് ചെയ്യാണ്. അവരെങ്ങനെയെന്ന് വെച്ചാൽ യൂണിഫോം ഇട്ടിട്ടാണ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വിചാരിക്കും ഇനി ഇവർക്കൊരു ജീവിതം ഇല്ലയെന്ന്. അപ്പോൾ അവരുടെ ഹോപ്പൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. He can't go anywhere. He is alone. His parents and all the family were dead. His house burnt down. He says that he was a victim of bad politics, tribalism in a country where there is no respect of human life, freedom of expression, social justice and democracy.
അപ്പോൾ ഈ യുഎസിന് എങ്ങോട്ടും പോകാനില്ല, അവന് വീടില്ല, അവൻ ഒറ്റയ്ക്കാണ്, ആകെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് ഫാദറിനെ എടുത്ത് കൊന്നു, പാരൻസ് ഇല്ല, ആരുമില്ല. അപ്പോൾ ഇവൻ പറയുകയാണ് ഇവനൊരു വിക്റ്റിമാണ്, പൊളിറ്റിക്സിൻ്റെയും ട്രൈബലിസത്തിൻ്റെയും ഒരു ഇരയാണ് ഇവൻ എന്ന് പറയുകയാണ്. He feared for his brother and sisters and friends who are remaining and suffering in refugee camp because anytime an unknown person can kill them. People in Kakuma are safer during the daylight, but at night the fear starts. അപ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്ന സമയത്തും അവൻ്റെ കുറേ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ബാക്കി ട്രൈബ്സൊക്കെ മറ്റേ സ്ഥലത്താണല്ലോ. ഇവർ ഗ്രാൻഡ് ഫാദറും ഇവനും കൂടെ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ. അപ്പോൾ ഇവൻ അവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ വിചാരിക്കുകയാണ് ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ഒരു അൺനോൺ പേഴ്സൺ ചിലപ്പോൾ അവരെ കൊന്നേക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഈ കക്കുമയിൽ നിൽക്കുന്ന റെഫ്യൂജീസിന് പകൽ ഡേ ലൈറ്റിൽ അവർ സേഫാണ്, നൈറ്റ് ആകുമ്പോൾ അവർക്ക് പേടി വരികയാണ് എന്ന്. He spent 9 years in refugee camp. After 9 years, he got an email address for Sanctuary Australia. They succeeded with the interview and medical process and were so happy to have hope for the future. അവനങ്ങനെ 9 വർഷം റെഫ്യൂജി ക്യാമ്പിൽ നിൽക്കുകയാണ്. 9 വർഷം കഴിഞ്ഞ സമയത്ത് അവനൊരു സാങ്ച്വറിയിൽ ഉള്ള ഒരു സാങ്ച്വറി എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലേക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് വരികയാണ്. അപ്പം ഇവർ ഇൻ്റർവ്യൂവിനും മെഡിക്കൽ പ്രോസസ്സിനൊക്കെ ഇവൻ ചെല്ലുകയാണ്. അപ്പം ഇവന് ഒരു ഹോപ്പ് ഉണ്ടാവുകയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട്. He and other refugees were moving Australia and to Wodonga. His reflections about Australia. അപ്പോൾ അവനും അവൻ്റെ കൂടെയുള്ള റെഫ്യൂജീസും ഓസ്ട്രേലിയയിലുള്ള വോഡോങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹിസ് റിഫ്ലക്ഷൻസ് എബൌട്ട് ഓസ്ട്രേലിയ. അവൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയനെ കുറിച്ച് വിചാരിച്ച എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹിസ് ഫസ്റ്റ് റിഫ്ലക്ഷൻ ഈസ് ദാറ്റ് ഓസ്ട്രേലിയ ഈസ് എ പ്ലേസ് ഓഫ് പീസ്. അവൻ ആദ്യം വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ഒരു സമാധാനത്തിൻ്റെ പ്ലേസ് ആണെന്നാണ്. He was in refugee camp for that long period without education. So when he arrived Wodonga, he joined the English class at community college in level 3 for 6 months, and in the same year he started his certificate 3 in logistics at TAFE, and he got his truck license and certificate. അവൻ ആ 9 വർഷം റെഫ്യൂജി ക്യാമ്പിൽ നിന്ന സമയത്ത് അവന് എഡ്യൂക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവൻ ഈ വൊഡോങ്കയിൽ വന്നപാട് ഇംഗ്ലീഷ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. പിന്നെ ഒരു ട്രക്ക് ലൈസൻസ് വന്നു. പിന്നെ ഹീ ഡിഡ് സെവറൽ തിങ്സ്. അങ്ങനെ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പഠിച്ചു, കുറേ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി, അങ്ങനെ കുറേ ചെയ്തു. He did certificate for in disability and home and community care at TAFE. Then he went to Latrobe University doing university bridging program for her preparation of UNI. He prays for help for his brothers and sisters, families who are remaining and suffering in Kakuma refugee camp. അപ്പോൾ ഇവർ കുറച്ച് പേര് ഓസ്ട്രേലിയയിലേക്ക് വന്നു. അപ്പോൾ ബാക്കി കക്കുമയിൽ ഉള്ള ബാക്കി റെഫ്യൂജീസിന് വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. The prose ends when he remembers about others still suffering there. He starts crying in his heart and tears come in his eyes. ഈ പ്രോസ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ അവിടെ ഇപ്പോഴും സഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടും അവിടെ നിൽക്കുന്നവരുടെ ഇപ്പോഴും സഫർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിച്ചിട്ടും അവൻ കരയാണ്. ഈ സ്റ്റാർട്ട് ക്രൈയിങ് ഇൻ ഹിസ് ഹാർട്ട്. അവൻ ഹൃദയത്തിൽ നിന്ന് കരയാണ്. പിന്നെ കണ്ണിലൂടെ